ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. വധ് 2 ഡയറക്റ്റഡ് ബൈ ജസ്പാൽ സിംഗ് 2022 പുറത്തു വന്ന വധിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ എന്നൊക്കെ പറയാം. അതേ ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ പുതിയൊരു കഥയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ക്യാരക്ടർ നെയിം സെയിം ആണ്. സഞ്ജയ് മിശ്ര, നീന ഗുപ്ത അവരെങ്ങനെ ആ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടോ ആ കഥാപാത്രങ്ങളുടെ ആ ഒരു എസൻസ് ഒട്ടും ചോരാതെ അതേ രീതിയിൽ തന്നെ ഇതിലെനിക്ക് തോന്നുന്നു ഒരു പടിക്ക് മുകളിൽ സഞ്ജയ് മിശ്ര ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എന്താ പറയാ, ആ ഒരു ഔട്ട്കം അടിപൊളിയായി. പുള്ളി സൈലൻസിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ എക്സ്ട്രാ ഓർഡിനറി. പുള്ളി ഒരു സ്റ്റേജ് ആക്ടർ. പുള്ളി സീരിയലിലൂടെ വന്ന് ഇപ്പോൾ ഗോൾമാൽ പോലുള്ള കോമഡി സിനിമയിലും പുള്ളി അഭിനയിക്കുന്നുണ്ട്. അനോഖി ആഖ്യ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു, അതാണ് പുള്ളിയുടെ പെർഫോമൻസിന് പുള്ളിക്ക് ഫിലിം ഫെയർ അവാർഡൊക്കെ കിട്ടിയത്. അതിലെ അഭിനയമൊക്കെ നോക്കുമ്പോൾ പുള്ളി അവിടെ എന്തും പോകും. അതായത് സീരിയസും കോമഡിയും ഒക്കെ അസാധ്യമായിട്ട് പോകും. പക്ഷേ എനിക്ക് എപ്പോഴും പുള്ളിയുടെ കോമഡി ക്യാരക്ടേഴ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പുള്ളി അങ്ങനെ ഒരുപാട് കോമഡി സിനിമകളിൽ വന്നിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു പ്രത്യേക ഒരു ആക്സെൻറ്റും ശൈലിയും ഒക്കെ ഭയങ്കര രസമാണ് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഒരു കോമഡി ചെയ്യുന്ന ആൾക്ക് ഇങ്ങനത്തെ ഒരു സീരിയസ് റോൾ കൈകാര്യം ചെയ്യുക എനിക്ക് തോന്നുന്നു ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ നീന ഗുപ്തയുടേത് കുറച്ചുകൂടെ സട്ടിലായിട്ടുള്ള അഭിനയമാണ്. കാരണം കുറച്ചുകൂടെ ഫോക്കസ്ഡ് എനിക്ക് തോന്നുന്നു സഞ്ജയ് മിശ്രയുടെ ക്യാരക്ടറിലാണ്. പുള്ളിയാണ് ആ ഷോ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെ രസമുണ്ട് വാർദ്ധക്യത്തിലെ ഫ്രണ്ട്ഷിപ്പും അവർ ലോൺലിനെസ് ആയിട്ട് വരുന്നതും. എങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ക്യാരക്ടേഴ്സിന്റെ നെയിം കൊടുക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് പാർട്ടിലും ഒരു മകൻ US പോകുന്നുണ്ട്, പിന്നെ അച്ഛനെ തിരിച്ചു നോക്കുന്നില്ല. ഇതിലും അതേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതേ ജേർണിയിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ലോൺലിനെസ്സും, ജയിലിലെ ഒരു വൺ ഓഫ് ദ കോൺസ്റ്റബിൾ ആയിട്ടാണ് സഞ്ജയ് മിശ്രയുടെ ക്യാരക്ടർ വരുന്നത്. നീന ഗുപ്ത കഴിഞ്ഞ 28 വർഷമായിട്ട് ജയിലിൽ കഴിയുകയാണ്, കുറ്റവാളിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ചെയ്യാത്ത കുറ്റത്തിനാണോ ചെയ്ത കുറ്റത്തിനാണോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വധ് 2 എന്ന് പേരിട്ടിട്ട് ഇതിനകത്ത് കൊലപാതകം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. അതും ഇമ്പൾസീവായിട്ട് ഫസ്റ്റ് പാർട്ടിൽ പോലെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കർമ്മ എന്നുള്ള എഫക്റ്റ് അതെങ്ങനെ വരുന്നു, ഇതിൽ ഓൾ ഓവർ ഒരു കർമ്മയുണ്ട്. ആദ്യം 1978 അങ്ങോട്ട് നടക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് നീന ഗുപ്തയായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ കർമ്മ എങ്ങനെ അവസാനം തിരിച്ചടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു പോർട്രയലൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മുടെ കൺമുമ്പിൽ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഇങ്ങനെ വിതറിയിടുന്നുണ്ട്. പക്ഷെ അത് ലാസ്റ്റ് ആകുമ്പോഴാണ് അതൊരു സർപ്രൈസ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഇതിൻ്റെ വധെന്ന് പറയുന്നത് ഒരു വലിയ ഹിറ്റൊന്നും അല്ല 2022 വരുമ്പോൾ. പക്ഷേ ഈ ക്യാരക്ടേഴ്സ്, സഞ്ജയ് മിശ്രയുടെയും നീന ഗുപ്തയുടെയും ക്യാരക്ടേഴ്സ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ക്രിട്ടിക്കൽ അക്ലെയിം ഉണ്ടായിരുന്നു. ഭയങ്കര സട്ടിലായിട്ടുള്ള പെർഫോമൻസിനും സൈലൻസിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ കൈയടിച്ച ഒരു സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു OTTയിൽ ഒരുപാട് റിപ്പീറ്റ് വാച്ച് വന്നൊരു സിനിമ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു ഫോഴ്സ്ഡ് എന്താ പറയുക, ഒരു സീക്വലിന് വേണ്ടിയിട്ട് ഇതിനെ പുഷ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു പോരായ്മയും അത് തന്നെയാണ്. ഈ ഫസ്റ്റ് പാർട്ടിലുള്ള നറേഷൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ന സംഭവങ്ങളൊക്കെ വരുന്നു എന്നുള്ളത്. ഓരോ ഓബ്ജക്ട്സും, ഒരു റൂമിലെ ഓബ്ജക്റ്റും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും ഇതിനകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കൊലപാതകം, അതിൻ്റെ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെറിയ ചെറിയ സർപ്രൈസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലോട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒറ്റയടിക്ക് ഊഹിച്ചെടുക്കാം. വളരെ സ്ലോ ബേണിംഗ് ആയിട്ട് പോകുന്ന അടിപൊളി ഒരു ഫസ്റ്റ് ഹാഫ്. ഭയങ്കര എൻഗേജിങ് ആണ്, ഭയങ്കര ഡെപ്ത് ഉണ്ട്. നീന ഗുപ്തയും ഇവർ രണ്ടുപേരും സഞ്ജയ് മിശ്രയും കൂടെ ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് വരുമ്പോൾ മതിലുകൾ സിനിമയുടെ ഒരു ഓർമ്മയൊക്കെ നമുക്ക് വരും. അവർ സംസാരിക്കുന്നതും ആ ഒരു ആശ്വാസം കണ്ടെത്തുന്നതും ഒരു നിശ്വാസമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സിനിമയുടെ ക്ലൈമാക്സിൽ ഇവരൊരുമിച്ച് നിൽക്കുമ്പോഴൊക്കെയുള്ള ആ സീനിൻ്റെ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളും, ഇവരൊരു പെയറായിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര രസമുണ്ട്. ഒരു വാർദ്ധക്യത്തിൽ ആ സൗഹൃദം, പ്രണയം, എങ്ങനെ വേണമെങ്കിലും അതിനെ പേരിട്ട് വിളിക്കാം, ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ അടിപൊളിയായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ്, ഇതൊരു എല്ലാവർക്കുമുള്ളൊരു പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. പക്ഷേ ഇതിൻ്റെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലോട്ട്, ഫസ്റ്റ് പാർട്ടിനെ ഓർമ്മിപ്പിക്കുന്ന നറേഷൻ്റെ കുറേയൊക്കെ വരുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ ഇതിനെ ഒരു ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തത്. പക്ഷേ എങ്കിലും ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒന്നുമില്ല. നമുക്കറിയാം ഇതെവിടെയാണ് പോയി നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലായിരുന്നു എനിക്ക് ആകെ മൊത്തത്തിലുണ്ടായിരുന്നത്. പക്ഷെ എന്നെ ഒട്ടും ലെറ്റ് ഡൗൺ ആക്കിയില്ല. അതായത് എന്ന് വെച്ചാൽ പെർഫോമൻസ് കൊണ്ട് ഇവർ വളരെ സൂതൻ ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. മരണം ഇതിനകത്തും ഏറ്റുവാങ്ങേണ്ട ഒരുത്തൻ തന്നെയാണെന്ന്
വേണ്ടി എന്താ പറയുക ക്രിയേറ്റ് ചെയ്തെടുത്ത കുറേ സീൻസ് പോലെ തോന്നിപ്പോയി. ഫസ്റ്റ് പാർട്ടിൽ അങ്ങനല്ല. അവൻ ചാവണം, ആ മൊമെന്റിൽ ചാവണം, ആ മൊമെന്റിൽ ആ കുത്ത് കിട്ടി മരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ എത്തുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് കുക്ഡപ്പ് ആയിട്ട് കുറച്ച് സീൻസ് ഒക്കെ കൊണ്ടുവന്നത് പോലൊരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. ഹാവിങ് സെഡ് ദാറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതായിരിക്കില്ല അഭിപ്രായം, ചിലപ്പോൾ നിങ്ങൾ ഞാനുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടാവും. എന്തായാലും അത് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.